ഓക്കെ ഗൈസ്, ഇവിടെ ഞാനേ ഒരു പുതിയ സ്വിഫ്റ്റൊക്കെ മേടിച്ചുട്ടാ. ഈ കാർ പിന്നെ മേടിച്ചിട്ടേ ഏകദേശം ഒരു മാസമായി. ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് ആവാറായിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ കാറേ ഒന്ന് സർവീസ് ചെയ്യണം. ഒരു മിനിറ്റ്, എന്നെ ആരും വിളിക്കണ്ടല്ലോ. അതാ ഷോറൂമിലെ മാനേജറല്ലേ? ഹലോ ചേട്ടാ, എന്താ വിളിച്ചേ? എടാ ജാക്കേ, അതെ, നമ്മുടെ ഷോറൂമിലെ ഒരു പുതിയ വണ്ടി വന്നു. അത് പക്ഷേ ഒരു മോഡേൺ കാറല്ല, അതൊരു വിൻറ്റേജ് കാറാ. ഏകദേശം 100 കൊല്ലം പഴക്കമുണ്ട്. അത് പിന്നെ മോഡിഫൈഡ് കാറാ, പുതിയ എഞ്ചിനൊക്കെ വെച്ചിട്ടുണ്ട്. ആ കാർ പിന്നെ ഭയങ്കര എക്സ്പെൻസീവാ. നിനക്ക് ആ കാർ വേണോ? ആ ചേട്ടാ, എനിക്ക് ആ കാർ വേണം. ആണോ? എന്നാൽ ശരി, നീ എപ്പോൾ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊണ്ടുതായോ. അതിന് പകരമായിട്ട് ഞാൻ ആ കാർ തരാം. ആണോ? എന്നാൽ ശരി, ഞാനിപ്പോൾ ഒരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊണ്ടുവരാം. ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ ആ ഷോറൂമിലെ മാനേജർ നമ്മളെ വിളിച്ചേക്കാണ് കേട്ടാ. അയാളുടെ ഷോറൂമിലെ ഒരു പുതിയ വണ്ടി വന്നു. അത് പക്ഷേ ഒരു വിൻറ്റേജ് കാറാന്ന്, ഒരു 100 കൊല്ലം പഴക്കമുണ്ടെന്ന്. ആ കാറ് പക്ഷേ മോഡിഫൈഡാ, അതിൽ പുതിയ എൻജിനൊക്കെ വെച്ചെന്ന് പറഞ്ഞേ. എന്നിട്ട് നോക്കി നോക്കാം. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ഷോറൂമിലേക്ക് പോവാം. ഷോറൂം പിന്നെ ഇവിടെ അടുത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓ, നമ്മുടെ കയ്യിൽ പക്ഷേ മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് ഇല്ല ഏട്ടാ. അതും ഒരു പ്രശ്നം തന്നെയാ. നമ്മളിവിടെ ഷോറൂമിൽ വന്നേക്കാ. ഷോറൂമിൽ പക്ഷേ ആരെയും കാണാനില്ല ഏട്ടാ. ആ ഷോറൂമിലെ മാനേജർ എവിടെയാണാവോ? നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇയാളുടെ ഷോറൂമിൽ തന്നെ ഒരു ബൈക്ക് ഓടിക്കാം, എന്നിട്ട് അയാൾക്ക് തന്നെ കൊണ്ടുകൊടുക്കാം. ഇവിടെ നിന്ന് പിന്നെ ഫ്രീ ആയിട്ട് വണ്ടി എടുക്കാൻ പറ്റേ. ഇവിടെ പിന്നെ ഒരു BMW സൂപ്പർ ബൈക്ക് ഉണ്ട്. ഞാൻ തൽക്കാലം ആ ബൈക്ക് പർച്ചേസ് ചെയ്തു. BMW സൂപ്പർ ബൈക്ക് അല്ലേ, അത് നൈസ് ബൈക്കാ. ആ ബൈക്കിന് ഭയങ്കര സ്പീഡാണ്. അപ്പം ഇതാണ് ആ ബൈക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെലിവറി എടുക്കാം, എന്നിട്ട് ഈ ബൈക്ക് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ അടുത്തേ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അയ്യോ, ഇതെന്തുണ്ടായേ? ഞാൻ 2 പേരെ വണ്ടി ഇടിച്ചു പോന്നു. അറിയാണ്ട സംഭവിച്ചേ. ഇപ്പോൾ പോലീസുകാർ എൻ്റെ പിന്നാലെ വരിക. അതെ, ഒരു കാര്യം ചെയ്യാം, ആ പോലീസുകാരെ തീർത്തളയാം. അവരെ കൊന്നില്ലെങ്കിൽ ശരിയാവില്ല, അവന്മാരെ നമ്മുടെ പിന്നാലെ വിടില്ലേ. എടാ ജാക്കേ, നീ എന്നിട്ട് പണി കാണിച്ചേ. നീ 2 പേരെ വണ്ടി ഇടിച്ചു പോന്നു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓ പിന്നെ, നിങ്ങൾ ജീവനോടെ ഉണ്ടായാലല്ലേ. ഒരു കാര്യം ചെയ്യാം, ആ പോലീസിൻ്റെ വണ്ടിയും നമുക്ക് കത്തിച്ചളയാം, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പിന്നെ 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടിയേക്കാൻ കേട്ടാ. ഇനി ഇഷ്ടം പോലെ പോലീസുകാർ എൻ്റെ അടുത്തേക്ക് വരും. ആരൊക്കെ വന്നാലും എല്ലാത്തിനും തീർത്തളയാം, ഒരാളിനും ബാക്കിയേക്കണ്ട. ചാവട അങ്ങോട്ട്, ചാവ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ പോലീസൊക്കെ പോയേക്കാൻ കേട്ടാ. എല്ലാത്തിനും തീർത്തളഞ്ഞു, ഒരാളിനും ബാക്കി വെച്ചില്ല. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത് പിന്നെ ബെന്നിയുടെ വർക്ക്ഷോപ്പാ. ബെന്നി പിന്നെ എല്ലാ വണ്ടികളും പെടയായിട്ട് മോഡിഫൈ ചെയ്യും. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ പോവാം. നമ്മൾ പിന്നെ വർക്ക്ഷോപ്പിൽ എത്തി. മുമ്പിൽ ഒരു റെഡ് കളർ ബിൽഡിങ്ങില്ലേ, ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്കപ്പോൾ ഈ ബൈക്ക് അകത്തേക്ക് കയറ്റാം, എന്നിട്ടിത് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ഈ ബൈക്കിൻ്റെ കളർ മാറ്റിയാലോ? ഇപ്പോഴത്തെ കളറ് കുഴപ്പമില്ല ഏട്ടാ, എന്നാലും ഒന്ന് മാറ്റി നോക്കാം. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ കളറുണ്ട്. ബ്ലാക്ക് വേണ്ട, ഒരു വെറൈറ്റി കളർ കൊടുക്കാം. പിങ്ക് കൊടുക്കാം. പിങ്ക് ഒരു വെറൈറ്റി കളറാ. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇനി ഇതിൻ്റെ അലോയ്സ് മാറ്റാം. ഈ കാണുന്ന അലോയ്സ് വലിയ കുഴപ്പമില്ല. അലോയ്സിൻ്റെ സൈസും കൂട്ടാട്ടാ. ഓ, ഇത്ര സൈസ് കൂട്ടണ? ഇത് കാണുമ്പോൾ ഇച്ചിരി ബോറായ പോലെ തോന്നുന്നുണ്ട്. സൈസ് ഇച്ചിരി കുറയ്ക്കാം. ഇത് മതി. ഇപ്പോൾ ഈ ബൈക്ക് വലിയ കുഴപ്പമില്ല. അലോയ്സിൻ്റെ കളറും നമുക്ക് പിങ്ക് തന്നെ കൊടുക്കാം, ഒരു പിങ്ക് കളർ വണ്ടിയാ. ഇനിയിപ്പോൾ ഇതിൽ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം, പിന്നെ സ്മോക്കിൻ്റെ കളറ് പിങ്ക് തന്നെ കൊടുക്കാം. തൽക്കാലം ഇതൊക്കെ മതി. നമ്മളങ്ങനെ ഈ ബൈക്ക് പെടയായിട്ട് മോഡിഫൈ ചെയ്തു. ഇനി നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം, എന്നിട്ട് ആ വിൻറ്റേജ് കാർ മേടിക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാം. ഈ ബൈക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് അയാളുടെ അടുത്ത് സംസാരിക്കാം. ഹലോ ചേട്ടാ, അതെ, ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊണ്ടുവന്നു.
ഇനി ആ വിൻറ്റേജ് കാറ് തന്നേക്ക്. ആദ്യമൊക്കെ ആ കാർ ഇപ്പോൾ ഷോറൂമിൻ്റെ ബാക്കിലുണ്ട്, പോയിട്ട് ഡെലിവറി എടുത്തോ. ആണോ? എന്നാൽ ശരി, ഞാൻ പോയിട്ട് ഡെലിവറി എടുത്തോളാം. ആ ചേട്ടൻ പറയണത് ആ കാറ് ഷോറൂമിൻ്റെ ബാക്കിലുണ്ടെന്നാ. എന്നാൽ പിന്നെ നമുക്ക് നോക്കി നോക്കാം. ആ കാറിവിടെ ഷോറൂമിൻ്റെ ബാക്കിലുണ്ട് കേട്ടാ. ഇതാണ് ആ വിൻറ്റേജ് കാറ്. ഓ, ഇത് കൊള്ളാലോ. ഈ കാർ നൈസ് ആയിട്ട് കേട്ടാ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ എൻജിൻ കണ്ടില്ലേ, V8 ആന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഓ, എന്തോരം എക്സോസ്റ്റ് ഈ വണ്ടിയിൽ. എന്നിട്ടായാലും ഈ കാറൊന്ന് ഓടിച്ചു നോക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയറും വലിയ കുഴപ്പമില്ല കേട്ടാ, ഇൻറ്റീരിയറും നൈസായിട്ടുണ്ട്. ഇതുണ്ടില്ലേ, ഒരു ലക്ഷറി ഇൻറ്റീരിയറാ. എന്നാലും ഈ കാറ് ആരണം ഓടിച്ചേ, അയാളിത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കാറ് ഓടിച്ചു നോക്കാല്ലേ. ഓ, ഇതിന് എക്സോസ്റ്റ് പക്ഷെ നൈസായിട്ടുണ്ട് കേട്ടാ. 8 വെച്ചേക്കണ്. പെട്രോള് കുറേ ചിലവാവും. അതിപ്പോൾ കുഴപ്പമില്ല, പെട്രോളൊക്കെ നമുക്ക് അടിക്കാം. എന്നിട്ടാലും നമുക്ക് ഈ കാറൊന്ന് ഓടിച്ചു നോക്കാം. ഈ കാറ് പിന്നെ ഓടിക്കാനായിട്ട് നല്ല രസമുണ്ടാവും. നമുക്ക് പറ്റിങ്ങ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കണ്ട. ഈ വണ്ടി എങ്ങാനും ക്രാഷ് ആയാലേ പിന്നെ പണിപ്പാളും, ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കാം. ഇവിടെ പിന്നെ റോട്ടിൽ അധികം തിരക്കില്ലേ. ആദ്യം ബൂസ്റ്റർ ഇല്ലാണ്ട് നോക്കി നോക്കാം കേട്ടാ. ബൂസ്റ്റർ ഇല്ലാണ്ട് എത്ര സ്പീഡിലാണോ പോവുക? ഓ, ഇപ്പം തന്നെ 150 കടന്നു കേട്ടാ. 160 കടന്നു, 165, 67. 167 ടോപ്പ് സ്പീഡ് ബൂസ്റ്റർ ഇല്ലാണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടാ, ഈ വണ്ടിക്ക് 100 കൊല്ലം പഴക്കമുണ്ട്, എന്നിട്ടും 167 പോവുണ്ടേ. ഇനി നമുക്ക് ബൂസ്റ്റർ ഇട്ട് നോക്കി നോക്കാം. ഓ, ബൂസ്റ്റർ ഇട്ടപ്പോൾ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടാ. 400 കടന്നു. എന്നാലും മാക്സിമം എത്ര പോകുന്നു നോക്കി നോക്കാം. ഈ റോട്ടിൽ പിന്നെ വളവുണ്ട്, അതുകൊണ്ട് മരിക്ക് ഓടിക്കാൻ പറ്റണില്ല. ഇവിടെ സ്ട്രെയിറ്റ് വഴി എത്തിയിട്ടുണ്ട്. 500 കടന്നു, 700 കടന്നു, 800 കടന്നു. അല്ല, ഇതെന്തത് 800 വരെ പോയല്ലോ. ഗൈസ്, ഇതുണ്ടില്ലേ, ഈ വണ്ടിയുടെ ബൂസ്റ്ററിന് ഭയങ്കര പവറാണ് കേട്ടാ. ഇത് എത്രയല്ല പോണ്, 800 കടന്നു, 900 കടന്നു കേട്ടാ. വണ്ടി പിന്നെ ചെറുതായിട്ട് ഇടിച്ചു. പക്ഷെ സീനില്ല, സ്ക്രാച്ച് ഒന്നും വന്നില്ല. 900 കടന്നു വണ്ടി. ഈ വണ്ടി 1000 കിലോമീറ്റർ കിടക്കുംട്ടാ. പക്ഷെ ഇവിടെ അധികം സ്പേസ് ഇല്ല, വണ്ടി കൊണ്ട് ഇടിക്കാണ്. ഓ, ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടാ. ഞാൻ ആദ്യം വിചാരിച്ചത് പഴയ കാറല്ലേ, ഇതിന് വലിയ കാര്യമായിട്ട് സ്പീഡൊന്നും ഉണ്ടാവില്ലെന്ന്. പക്ഷേ കാറിന് ഭയങ്കര സ്പീഡാ. എന്തുട്ടായാലും കുഴപ്പമില്ല, ഇത് നൈസ് കാറാ. എന്തായാലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.